നിങ്ങൾക്ക് ദൈഗു എന്ന കഥാപാത്രത്തെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ കണ്ടത് വെറുമൊരു ഭാഗം മാത്രമാണ്. അവൻ ഭൂമിയുടെ ശക്തി കൈകാര്യം ചെയ്യുന്ന ഡീമൺ. പക്ഷേ അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഭീകര സത്യങ്ങൾ എന്താണ്? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദൈഗുയുടെ യഥാർത്ഥ ശക്തി, അവന്റെ ഭയപ്പെടുത്തുന്ന ചരിത്രം. ജാക്കി ചാനെ പോലും ഭയപ്പെടുത്താൻ കഴിയുന്ന അത്ഭുതമായ പവർ ഇതാണ്. എർത്ത് ഡീമൺ ഡൈഗുയി എക്സ്പ്ലെയിൻഡ്. ദൈഗുയി എർത്ത് ഡീമൺ 8 ഡീമൺ സോർസറുകളിൽ ഒരാൾ. ഈ ലോകത്തിൽ ഓരോ ഡീമനും ഒരു എലമെന്റിനെ പ്രതിനിധീകരിക്കുന്നു. ഫയർ ഷെന്തു, വാട്ടർ ബൈറ്റ്സ, തണ്ടർ ചങ്സു, സ്കൈ ഷീവു, എർത്ത് ദൈഗുയി. ദൈഗുയി ഭൂമിയുടെ മുഴുവൻ ശക്തിയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തോളം ശക്തിയുള്ള ജീവിയാണ്. അവൻ സാധാരണ ഒരു വില്ലനല്ല, അവൻ പ്രകൃതിയുടെ തന്നെ ഒരു ശക്തിയാണ്. ദൈഗുയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവന്റെ രൂപം തന്നെ ഒരു മുന്നറിയിപ്പാണ്. വൻ ശരീരം, പാറ പോലെയുള്ള ത്വക്ക്, ചുവന്ന കണ്ണുകൾ, ഭൂമിയിൽ നിന്നുള്ള ശക്തിയുടെ പ്രതീകം. അവൻ നടക്കുമ്പോൾ ഭൂമി തന്നെ വിറയ്ക്കും. അവനൊരു മനുഷ്യനെ പോലെ പോരാടുന്നില്ല, അവൻ ഭൂമിയെ ആയുധമാക്കുന്നു. ദൈഗുയി സാധാരണ ശക്തിയല്ല, അവനൊരു പർവ്വതം പോലെ ശക്തനാണ്. ജാക്കി ചാൻ പോലും അവനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ല. ഒരൊറ്റ അടിയിൽ എതിരാളികളെ തകർക്കും. അവനെ ആക്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പാറ പോലെയുള്ള ശരീരം, മാജിക് ഇല്ലാതെ ഓൾമോസ്റ്റ് ഇംപോസിബിൾ ടു ഡിഫീറ്റ്. അവനെ തോൽപ്പിക്കാൻ ശക്തി മാത്രം മതിയെന്ന് കരുതരുത്, ബുദ്ധിയും വേണം. ദൈഗുയിക്ക് ഭൂകമ്പം സൃഷ്ടിക്കാൻ കഴിയും. മുഴുവൻ സ്ഥലവും കുലുക്കാം, എതിരാളികളെ നിലത്ത് വീഴ്ത്താം. ഇത് അവനെ മറ്റുള്ള ഡീമണുകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. പുരാതന കാലത്ത് ഈ ലോകം ഡീമണുകൾ ഭരിച്ചിരുന്നു. ഷെന്തു ഡൈഗുയി മറ്റുള്ള ഡീമണുകൾ അവർ മനുഷ്യരെ അടിമകളാക്കി. പക്ഷേ ഒരു ദിവസം ഒരു ഹീറോ എത്തി. ലോ പേയ്. അവൻ ഡീമണുകളെ തോൽപ്പിച്ചു, അവരെ പോർട്ടൽസിലേക്ക് അടച്ചു. ദൈഗുയും അതിൽപ്പെട്ടു. ദൈഗുയെ എർത്ത് ഡീമൺ പോർട്ടലിലേക്ക് അടച്ചു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. ജാക്കി ചാനിയും ടീവും ടാലിസ്മാൻസ്, മാജിക് സ്പെൽസ് ഇതെല്ലാം ചേർന്ന് ദൈഗുയി വീണ്ടും ലോകത്തിലേക്ക് വരാൻ ശ്രമിച്ചു. ജാക്കി ചാൻ വേഴ്സസ് ദൈഗുയി ഇതൊരു സാധാരണ പോരാട്ടമല്ല. ശക്തി വേഴ്സസ് ബുദ്ധി, ഭൂമി വേഴ്സസ് മനുഷ്യൻ. ജാക്കി ചാൻ നേരിട്ട് പോരാടിയാൽ ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്കിളുടെ മാജിക് ജെയ്ഡിയുടെ സഹായം, ഇവയൊക്കെ ചേർന്നാണ് ദൈഗുയെ തോൽപ്പിക്കുന്നത്. ദൈഗുയെ മറ്റ് ഡീമണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷെന്തു ഫയർ പവർ, ഷീവു സ്കൈ പവർ, ബൈറ്റ്സ വാട്ടർ പവർ. പക്ഷേ ദൈഗുയുടെ അഡ്വാൻറ്റേജ് സ്റ്റെബിലിറ്റി, റോ പവർ ഡിഫൻസ്. അവൻ സ്ലോ ആണ്, പക്ഷേ അൺസ്റ്റോപ്പബിൾ ആണ്. അവൻക്ക് ദുർബലതകളിലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ട്. സ്ലോ മൂവ്മെന്റ്, മാജിക് ഡിപെൻഡൻസി, സ്മാർട്ട് ഒപ്പോണൻസ്. ജാക്കി ചാൻ അവന്റെ ശക്തിയേക്കാൾ ബുദ്ധി ഉപയോഗിച്ചാണ് ജയിച്ചത്. ദൈഗുയെ ഡേഞ്ചറസ് ആകുന്നത് എന്തുകൊണ്ട്? അവനവനെ തടയാൻ കഴിയില്ല, ഭൂമിയെ ആയുധമാക്കുന്നു. ബ്രൂട്ട് ഫോഴ്സ്. അവനൊരു വില്ലൻ അല്ല, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. പോലൊരു ശക്തി എങ്ങനെ ഉണ്ടായി? ഇതൊരു സാധാരണ വില്ലന്റെ കഥയല്ല, ഇത് പ്രകൃതിയുടെ തന്നെ ജനന കഥയാണ്. പുരാതന കാലത്ത് ലോകം ഇന്നത്തെ പോലെ അല്ലായിരുന്നു. മനുഷ്യർ വളരെ ദുർബലരായിരുന്നു. മാജിക് ലോകത്തെ നിയന്ത്രിച്ചു. ഡീമണുകൾ ഭൂമിയെ ഭരിച്ചു. ഈ ഡീമണുകളിൽ ദൈഗുയി ഭൂമിയുടെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നവനായിരുന്നു. അവൻ ജനിച്ചത് പർവ്വതങ്ങളുടെ കോപത്തിൽ നിന്ന്, ഭൂകമ്പങ്ങളുടെ ശക്തിയിൽ നിന്ന്, പ്രകൃതിയുടെ അനിയന്ത്രിത ശക്തിയിൽ നിന്ന്. അതിനാൽ തന്നെ ദൈഗുയി ഒരു ജീവി മാത്രമല്ല, എർത്ത് ഇറ്റ്സെൽഫ് എന്ന ശക്തിയുടെ രൂപമാണ്. ഒരു കാലത്ത് ദൈഗുയി ലോകത്തെ എങ്ങനെ ഭരിച്ചിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ രാജാവായിരുന്നില്ല, അവൻ നിയമം തന്നെയായിരുന്നു. ദൈഗുയിയുടെ ഭരണകാലത്ത് നഗരങ്ങളില്ലായിരുന്നു. മനുഷ്യർ ഭൂമിയോട് അടിമകളായിരുന്നു. ആരെങ്കിലും അവനെ എതിർത്താൽ ഭൂമി തുറന്നവരെ വിഴുന്നു. ഇത് യുദ്ധമല്ല, ഇത് പ്രകൃതിയുടെ ശിക്ഷയാ. പ്രകൃതിയുടെ ശിക്ഷയാണ്. ദൈഗുയിക്ക് കോപം വന്നാൽ പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴും, നദികൾ വഴിമാറും, ഭൂമി പൊട്ടിത്തെറിക്കും. ഇതുകൊണ്ട് തന്നെ മനുഷ്യർ അവനെ ദൈവമായി പോലും ആരാധിച്ചു. പക്ഷേ ഈ ലോകം എപ്പോഴും ഇരുണ്ടതാകില്ല. ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേര് ലോ പേയ്. ലോ പേയ് ഒരു സാധാരണ മനുഷ്യനല്ല, അവൻ മാജിക് പഠിച്ചു. ഡീമണുകളുടെ ശക്തി മനസ്സിലാക്കി അവരെ തോൽപ്പിക്കാൻ തയ്യാറായി. ദൈഗുയെ നേരിടുന്നത് ഒരു സൂസൈഡ് മിഷൻ ആയിരുന്നു. കാരണം നിങ്ങൾ ഭൂമിയെ എങ്ങനെ തോൽപ്പിക്കും? ബാറ്റിൽ ആരംഭിച്ചു. ദൈഗുയി ഭൂമിയെ ഉയർത്തി. പാറകൾ മഴ പോലെ വീണു. ഭൂകമ്പങ്ങൾ ലോകം തകർത്തു. പക്ഷേ ലോ പേയ് ബുദ്ധിയും മാജിക്കും ഉപയോഗിച്ചു. അവൻ നേരിട്ട് പോരാടിയില്ല. അവൻ ദൈഗുയെ ട്രാപ്പ് ചെയ്തു. ഏൻഷ്യൻ സ്പെൽ ഉപയോഗിച്ച് എർത്ത് ഡീമൺ പോർട്ടൽ തുറന്നു. അങ്ങനെ ദൈഗുയെ ലോകത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഈ ലോകം എപ്പോഴും ഇരുണ്ടതാകില്ല. ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. അവന്റെ പേര് ലോ പേയ്. ലോ പേയ് ഒരു സാധാരണ മനുഷ്യനല്ല, അവൻ മാജിക് പഠിച്ചു. ഡീമണുകളുടെ ശക്തി മനസ്സിലാക്കി അവരെ തോൽപ്പിക്കാൻ തയ്യാറായി. ദൈഗുയെ നേരിടുന്നത് ഒരു സൂസൈഡ് മിഷൻ ആയിരുന്നു. കാരണം നിങ്ങൾ ഭൂമിയെ എങ്ങനെ തോൽപ്പിക്കും? ബാറ്റിൽ ആരംഭിച്ചു. ദൈഗുയി ഭൂമിയെ ഉയർത്തി. പാറകൾ മഴ പോലെ വീണു. ഭൂകമ്പങ്ങൾ ലോകം തകർത്തു. പക്ഷേ ലോ പേയ് ബുദ്ധിയും മാജിക്കും ഉപയോഗിച്ചു. അവൻ നേരിട്ട് പോരാടിയില്ല. അവൻ ദൈഗുയെ ട്രാപ്പ് ചെയ്തു. ഏൻഷ്യൻ സ്പെൽ ഉപയോഗിച്ച് എർത്ത് ഡീമൺ പോർട്ടൽ തുറന്നു. അങ്ങനെ ദൈഗുയെ ലോകത്തിൽ നിന്ന് പുറത്താക്കി.
ഡീമൻ പോർട്ടൽ എന്നത് എന്താണ്? ഇതൊരു ജയിലല്ല, ഇതൊരു വേറൊരു ഡയമെൻഷൻ ആണ്. ഓരോ ഡീമനും ഒരു സ്പെസിഫിക് പോർട്ടൽ ഉണ്ട്. ദൈഗുയുടെ പോർട്ടൽ ഭൂമിയുടെ ആഴങ്ങളിൽ ബന്ധപ്പെട്ടു. അതുകൊണ്ട് അവൻ പുറത്തേക്ക് വരുന്നത് വളരെ അപകടകരമാണ്. കാരണം പോർട്ടൽ തുറന്നാൽ ഭൂമി ഇറ്റ് സെൽഫ് അൺസ്റ്റേബിൾ ആവും, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകും. ഇത് വെറും മാജിക് അല്ല, ഇത് റിയാലിറ്റി ഡിസ്റ്റോർഷൻ ആണ്. ജാക്കി ചാൻ അഡ്വെഞ്ചേഴ്സിൽ ദൈഗുയി വീണ്ടും വരാൻ ശ്രമിക്കുന്നു. ഡാർക്ക് മാജിക്, ഡീമൻ പോർട്ടൽസ്, ഈവിൽ സോർസറേഴ്സ് ഇവയെല്ലാം ചേർന്ന് അവനെ വീണ്ടും ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭൂമി വിറയ്ക്കുന്നു, ക്രാക്സ് രൂപപ്പെടുന്നു, നേച്ചർ തന്നെ വാർണിംഗ് നൽകുന്നു. ദൈഗുയി തിരികെ വരുന്നത് അപ്പോക്കലിപ്സ് പോലെയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ദൈഗുയിക്ക് ഇമോഷൻസ് ഉണ്ടോ? അവൻ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നില്ല. അവൻ റേജ് ഡ്രിവൻ ആണ്. അവന്റെ മൈൻഡ് സെറ്റ് ഡിസ്ട്രോയ്, ഡോമിനേറ്റ്, കൺട്രോൾ. അവൻക്ക് സിമ്പതി ഇല്ല, മേഴ്സി ഇല്ല. ഇതുകൊണ്ടാണ് അവൻ ഡേഞ്ചറസ്. ഒരു ചോദ്യം, ദൈഗുയി ഇന്നത്തെ ലോകത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? ഇമാജിൻ ചെയ്യൂ. സ്കൈ സ്ക്രേപ്പേഴ്സ് കൊളാപ്സ്, റോഡ്സ് ബ്രേക്ക് അപ്പാർട്ട്, സിറ്റീസ് സിങ്ക്, മോഡേൺ വെപ്പൺസ്, യൂസ്ലെസ് ടെക്നോളജി. യൂസ്ലെസ് കാരണം നിങ്ങൾ ഭൂമിയെ തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബിഗസ്റ്റ് ഡിബേറ്റ്, ഷെന്തു വേഴ്സസ് ദൈഗുയി. ഷെന്തു ഫയർ, സ്പീഡ്, ഇന്റലിജൻസ്. ദൈഗുയി സ്ട്രെങ്ത്, ഡിഫൻസ്, കൺട്രോൾ. ആരാണ് ജയിക്കുക? ഷോർട്ട് ഫൈറ്റ് ഷെന്തു അഡ്വാൻറ്റേജ്, ലോങ് ഫൈറ്റ് ദൈഗുയി അൺസ്റ്റോപ്പബിൾ. കാരണം എൻഡ്യോറൻസ് മാറ്റേഴ്സ്. ദൈഗി ഒരു വില്ലൻ മാത്രമല്ല, അവൻ സിംബലൈസ് ചെയ്യുന്നത് നേച്ചേഴ്സ് ആംഗർ, ഹ്യൂമൻ ഗ്രീഡ്, കോൺസിക്വൻസസ്, ബാലൻസ് ഓഫ് പവർ. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചാൽ ദൈഗി പോലുള്ള ശക്തികൾ റിയാലിറ്റിയിൽ ഉണ്ടാകും. എന്തുകൊണ്ട് ഫാൻസ് ദൈഗിയെ ഇഷ്ടപ്പെടുന്നു? യുണീക് ഡിസൈൻ, റോ പവർ, അൺസ്റ്റോപ്പബിൾ പ്രസൻസ്. അവൻ സ്ലോ ആണെങ്കിലും ഓരോ സീനും പവർഫുൾ ആണ്. ഇതാണ് എർത്ത് ഡീമൺ ദൈഗിയുടെ കംപ്ലീറ്റ് സ്റ്റോറി. ഒരു വില്ലൻ അല്ല, ഒരു ഫോഴ്സ് ഓഫ് നേച്ചർ. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, ദൈഗി സ്ട്രോങ്കസ്റ്റ് ആണോ? കോമെന്റ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.